വീട്ടിൽ. ഓക്കെ, എല്ലാവരും നമ്മളെ ഒരു സബ്ജിൻ്റെ വീഡിയോസുമായിട്ട് എല്ലാവരും വീഡിയോസൊക്കെ കാണുക. നല്ല വീഡിയോസാണ്, നമ്മളെല്ലാവരും കാണുക. സബ്ജികൾ ഓരോന്നും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫുള്ള് വീഡിയോസ് കാണാം കേട്ടോ. ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോസ് ആദ്യം കാണാൻ ശ്രമിക്കുക, നമ്മൾ ഓരോ വീഡിയോസുകളും. ഓക്കെ, അപ്പോൾ മറക്കണ്ട. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാൻ കൂടുതൽ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫൈസൽ മണ്ണാർമലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കാണാൻ. നമ്മുടെ ദുബായിലാണ്. ഇവിടെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയ സബ്ജിയാണ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെ കാഴ്ച നമുക്ക് നാട്ടിലും ശ്രമിക്കുക, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് കിടക്കാം. ഓക്കെ, വീഡിയോസ് എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുന്നുണ്ട്, പകുതി വെച്ച് കാണരുത്. ഓക്കെ, എല്ലാവരും ഫുള്ള് കണ്ട് എങ്ങനെ നോക്കുന്നുണ്ട് നാട്ടിലും എല്ലാവരും ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോസിലേക്ക് വെറുപ്പിക്കുന്നില്ല, വീഡിയോസിൽ നോക്കാം. അതുണ്ടാക്കിയിട്ടുണ്ട്, പാലൊക്കെ ഉണ്ട്. ഇനി ജർജർ നോക്കാം, നല്ല ഉസാറായിട്ട് ജർജർ ഇത് നമുക്ക് നാട്ടിലുണ്ടാക്കാം. ഉസാറായിട്ട് നാട്ടിൽ നമുക്ക് ജർജർ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ഉണ്ടാക്കേണ്ട രൂപം കാരണം തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് അടിയിൽ നല്ല ആദ്യം ഇത് കൊടുക്കുക. അതിൻ്റെ മുകളിലും ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, മുകളിലും നമ്മൾ ചെയ്ത് കൊടുക്കണം. അടിയിൽ നല്ല കൊടുത്തുകൊണ്ട് ഇത് മുകളിൽ ഇങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് 10 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ നമുക്ക് വെട്ടിയാണ്ട് അപ്പം തന്നെ വീണ്ടും ഇങ്ങനെ ഉണ്ടാവും. ഈ തണുപ്പ് കാലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ നാശമായി പോകും. അപ്പോൾ ഇതേമാണ്ടാവും ഇത് നമ്മളൊരു ഭാഗത്തുനിന്ന് വെട്ടിക്കണമെന്ന് ഫുള്ള് വെട്ടിക്കണ്ടാകണം. ഇതേമാതിരി നമുക്കിങ്ങനെ വെട്ടിയാൽ വീണ്ടും അതേമാതിരി ഇങ്ങനെ 10 ദിവസം കൊണ്ട് സാധനം കായ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് നല്ല അടിയിൽ വളമ കൊടുത്തിട്ടുണ്ടാക്കിയ പുതിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മളൊരു അതൊന്നും പറഞ്ഞാൽ അടിപൊളിയായിട്ട് കായ്ക്കും. ഇതൊക്കെ ജർജറാണ്. നമ്മളിതൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതിലൊക്കെ നമ്മൾ വിത്ത് ഇടുമ്പോൾ ഇതിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണം. വിത്ത് ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, വളമ അടിയിലിടണം കേട്ടോ. നമ്മൾ ചോട്ടിൽ അടിയിലിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പിന്നെയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ വേഗം കൊണ്ടുപോയിക്കൊണ്ട് വിത്ത് വെച്ചിട്ടിട്ട് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കരുത്. കുറച്ച് അടിയിൽ നല്ല ഉടനെ കുറേശ്ശെ ഇട്ടാൽ പോരാ. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പൊതിലുണ്ടാവും, നല്ല കായ്ക്കുകയും ചെയ്യും സാധനങ്ങൾ കേട്ടോ. പല സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പാലക്ക എന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ ഓരോ വീഡിയോസുകൾ ഞാൻ വീണ്ടും ഇങ്ങനെ കാണിച്ചു. നമ്മൾ ചിരങ്ങ ഉണ്ടാക്കിയാണ്, ഒരുപാട് ഐറ്റംസ് സബ്ജികൾ എല്ലാം ഉണ്ടാക്കിയാണ്. അപ്പോൾ എല്ലാവരും നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ. ഓക്കെ, ഞങ്ങൾ സ്വന്തം പൈസ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബർ ചെയ്യുന്നുണ്ടോ, ലൈക്ക് അടിക്കുന്നുണ്ടോ, എല്ലാവരും ഒന്ന് മറക്കണ്ട. ഒന്ന് സപ്പോർട്ട് വളരെ കമ്മിയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതിലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മളെ അടിപൊളി സബ്ജികളും ഇതൊക്കെ ആയിട്ട് പല വീഡിയോസുമായി ഞാൻ വരും. എല്ലാവരും നല്ലതിലൊന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ.